മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. പൂപ്പാറ, ഇടുക്കി പൂപ്പാറയിൽ 14കാരിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലും മൂന്ന് പ്രതികൾക്കും ആജീവനാന്തം ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ബിനീഷ്, എന്തൊക്കെയാണ് കോടതിയുടെ വിധി പ്രസ്താവത്തിലുള്ള വിശദാംശങ്ങൾ? ജിംഷാദ്, 3 പ്രതികളുമായി 90 വർഷം കഠിന തടവാണ് വിധി വന്നിരിക്കുന്നത്. ഇതിൽ 40,000 രൂപ പിഴ ഈടാക്കണം. പിഴ ഈടാക്കിയില്ലെങ്കിൽ 8 മാസം കൂടി അധികമായി ഈ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഏതായാലും വിധി പുറത്തു വന്നതോടെ ഈ പ്രതിയുടെ ബന്ധുക്കളെല്ലാം തന്നെ കോടതി വളപ്പിൽ അലമുറയിട്ട് കരച്ചിലുണ്ടായിരുന്നു. ഏതായാലും പ്രതികളുടെ വിധി എല്ലാവർക്കും ഒരു മാതൃകയാകണമെന്ന് തന്നെയാണ് ഈ APP വക്കീലടക്കം നമ്മളോട്, ഗവൺമെന്റ് വക്കീൽ അടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 2002 ഈ സംഭവം ഉണ്ടാകുന്നത്. ബംഗാൾ സ്വദേശിനിയായ 14 വയസ്സുകാരി സുഹൃത്തുമൊത്ത തേയിലത്തോട്ടത്തിലേക്ക് പോവുകയാണ്. ഈ സുഗന്ധ ശിവകുമാർ സാമുൽ എന്ന ആളുകൾ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയായിരുന്നു. ഏതായാലും ഒത്താശ ചെയ്ത ഒരു 4ാം പ്രതി ഉണ്ടായിരുന്ന അരവിന്ദ്, അയാളെ ഇന്നലെ കോടതി വെറുതെ വിട്ടിരുന്നു. മൊത്തം ഈ കേസിൽ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഈ 2 പേർ തൊടുപുഴ കോടതിയിൽ ഈ കേസ് പരിഗണനയിലാണ്. ഏതായാലും ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതിയിലെ വിധിയാണ് ഇന്നുണ്ടായത്. ഏതും 90 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ വിധിച്ചിരിക്കുന്ന 3 പേർ ആരൊക്കെയാണ്? 6 പേരെ ഈ കേസിൽ വെറുതെ വിട്ടു അല്ലേ? 6 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. സുഗന്ധ ശിവകുമാർ സാമുവൽ, അത് പൂപ്പാറ സ്വദേശിയായ സുഗന്ധ ശിവകുമാർ സാമുവൽ എന്നിവർക്കാണ് ഈ 90 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് ട്രാക്ക് മജിസ്ട്രേറ്റ് PK സിറാജുദ്ദീൻ PA ആണ് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ജിംഷാദ്, ഈ 90 വർഷം തടവ് സാധാരണഗതിയിൽ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ കൃത്യമായും തന്നെ മറ്റുള്ളത് ജീവപര്യന്തം എന്ന് പറയുന്നത് 12 വർഷം കഴിഞ്ഞ് വെറുതെ വിടുന്ന അല്ലെങ്കിൽ പുറത്തിറങ്ങാനാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. എത്ര വർഷമായാലും അത് സുപ്രീം കോടതിയുടെ പ്രത്യേക വിധികളുണ്ടായിരുന്നു. ലൈഫ് പ്രിസൺ എന്ന് പറയുന്നത് ആജീവനാന്ത ജീവപര്യന്തം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അതിന് അനുകൂലമായ ചില വിധികളൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ഈ ശിക്ഷയുടെ ആഴം മനസ്സിലാക്കേണ്ടത്. ഈ കൂട്ടബലാത്സംഗം, ഈ കേസിനാസ്പദമായ സംഭവം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഈ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. ബിനീഷ് ആന്റണി, തീർച്ചയായും ഈ 2002 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇടുക്കി പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലത്തോട്ടത്തിലേക്ക് പോവുകയാണ് ബംഗാൾ സ്വദേശിനിയായ 14 വയസ്സുകാരിയെ പൂപ്പാറ സ്വദേശികളായ സുഗന്ധ ശിവകുമാർ സാമുവൽ എന്നിവരും ഇതര സംസ്ഥാന സ്വദേശികളായ പ്രായപൂർത്തിയാകാത്ത 2 പേരും ചേർന്ന് അതിക്രൂര പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ഇതിൽ ഒത്താശ ചെയ്തു നൽകിയ, അതായത് ഇതിന്റെ പീഡനത്തിന് ഒത്താശ ചെയ്തു നൽകിയ 4ാം പ്രതി അരവിന്ദ് ആയിരുന്നു. ഇയാളെ ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ഇന്നലെ വെറുതെ വിട്ടിരുന്നു. ഇന്നായിരുന്നു ബാക്കിയുള്ളവരുടെ വിധി പ്രസ്താവന. ഏതായാലും സുഗന്ധ ശിവകുമാർ സാമുവൽ എന്നിവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി 90 വർഷം കഠിന തടവിനാണ് വിധിച്ചിരിക്കുന്നത്. കൂടാതെ 40,000 രൂപ പിഴ ഈടാക്കണം. ഈ പിഴ ഈടാക്കിയില്ലെങ്കിൽ 8 മാസം കൂടി ഈ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ 40,000 പിഴ ഈടാക്കിയാൽ തന്നെ ആ 40,000 രൂപ ബംഗാൾ സ്വദേശിനിക്ക്, അതായത് ഈ പീഡനത്തിന് ഇരയായ ബംഗാൾ സ്വദേശിനിക്ക് നൽകാൻ തന്നെയാണ് തീരുമാനമായത്. ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നത് തന്നെ ഒരു വലിയൊരു വാർത്തയായി തന്നെയാണ് എല്ലാവരും കാണുന്നത്. കാരണം 90 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത്തരത്തിലൊരു ഉത്തരവ് വന്നത് എല്ലാവരും വളരെ ഒരു യാദൃശ്യമായി തന്നെയാണ്. കാരണം അത്രയേറെ ദാരുണമായ സംഭവമായിരുന്നു. കാരണം ഈ 14കാരിയെ ഇത്തരത്തിൽ പിച്ചി ചീന്തുന്ന തരത്തിലൊരു കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കുകയും ആ അർത്ഥത്തിൽ വലിയ പ്രമാദമായ സംഭവം കൂടിയായി ഇത് മാറുകയും ഒക്കെ ചെയ്തു. അതിലാണ് ഇത്തരത്തിലൊരു മാതൃകാ വിധി എത്തിയിരിക്കുന്നത്. ഈ 90 വർഷം തടവിനുള്ള വിധി എങ്ങനെയാണ് ഈ പ്രതികൾ കേട്ടത്? അവരെങ്ങനെയാണ് ഈ വിധിയോട് ആ ഘട്ടത്തിൽ പ്രതികരിച്ചത് കോടതി മുറിയിൽ? ഈ വിധി കേട്ടപ്പോൾ തന്നെ ഈ 3 പ്രതികളുടെയും മുഖത്തിൽ ഒരു മുഖഭാവവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്.